ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് LGS ലെവലിലുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പാർട്ടിൽ നിന്ന് എന്തൊക്കെയാണ് ബേസിക്കായിട്ട് അറിയേണ്ടത്. നമുക്കറിയാം ഫ്രഷേഴ്സ് ആണ്, അതായത് ബിഗിനേഴ്സ് ആണ് എങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇത്രയും ഒരു കണ്ടന്റിൻ്റെ ഉൾപ്പെടുന്നതാണ്. എന്നിട്ട് അതിൽ 1 by 1 ആയിട്ട് പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുന്നത്. ഇനി ഇപ്പോൾ കമ്പനി ബോർഡ് LGS വിളിച്ചിരിക്കുന്നു, എല്ലാവർക്കും അറിയാം. കമ്പനി ബോർഡ് LGS നമുക്ക് ഡിഗ്രി ലെവലിലുള്ള ആളുകൾക്ക് വരെയും എഴുതാമെന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത് നമുക്ക് എല്ലാ എക്സാമുകൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ സെക്ഷനിലേക്ക്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഇന്ത്യക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റ് എല്ലാ രാജ്യങ്ങളെയും എടുത്തു വെച്ച് നോക്കിയാലും കുറച്ച് സ്പെഷ്യലാണ് ഇന്ത്യ, അല്ലേ? എന്താണ് ആ സ്പെഷ്യാലിറ്റി? എല്ലാ കാര്യത്തിലും സ്പെഷ്യലാണ്. കൾച്ചറിൽ സ്പെഷ്യലാണ്, അതുപോലെ ലാംഗ്വേജ് ഡിഫറൻസിലും സ്പെഷ്യലാണ്. എന്നാൽ വളരെ രസകരമായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്ത്യക്ക്. അത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ്. ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയാൽ നമുക്ക് മനസ്സിലാക്കാം, അവിടെ സമതലങ്ങളുണ്ട്, അതുപോലെ തന്നെ പർവ്വത മേഖലകളുണ്ട്, പീഠഭൂമികളുണ്ട്, അല്ലെ? കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്, തീര സമതലങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ദ്വീപുകളുണ്ട്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഡെസേർട്ട് ഉണ്ട്, മരുഭൂമിയുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഭൂപ്രകൃതിയുടെ കാര്യത്തിലും സമ്പന്നയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ വരുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണിക്കുകയാണ്. നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് വരുമ്പോൾ കൃത്യമായിട്ടും അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി തന്നെ ക്ലാസ്സുകൾ പോകുന്നതായിരിക്കും. നമുക്ക് പോയാലോ ക്ലാസ്സിലേക്ക്? നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആകണം. 8-ാം തീയതി നടന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 8 നവംബറിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായ ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. തുടർച്ചയാണ് കൈലാസ പർവ്വതനിരകൾ. ഏത് വർഷം? അതെ, 2025 ഒരു ചോദ്യം. 8 നവംബറിൽ നടന്ന 10th പ്രിലിമിനറി എക്സാമിൽ നിന്ന് ഒരു ചോദ്യമാണിത്. മറ്റൊരു ചോദ്യം കാണാം. ശരിയായ ജോഡി കണ്ടെത്തുക. ഹിമാലയ, വിന്ധ്യ സത്പുര, ആരവല്ലി, ബാരൻ ദ്വീപുകൾ. ഇപ്പുറത്തെ ഭാഗത്തായിട്ട് മടക്കുപർവ്വതം, അവശിഷ്ടപർവ്വതം, ഖണ്ഡപർവ്വതം, അഗ്നിപർവ്വതം. അതുപോലെ മറ്റൊരു ചോദ്യം, ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചിരിക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏത് രീതിയിലാണ്? അല്ലെ? ഡെക്കാൻ പീഠഭൂമി, പശ്ചിമഘട്ട പൂർവ്വഘട്ട സമുദ്രങ്ങൾ, ഡെക്കാൻ പീഠഭൂമി, ഉത്തര മഹാസമതലം, ഹിമാലയം, തീരസമതലങ്ങൾ, ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, തീരസമതലങ്ങൾ, മലനാട്, ഇടനാട്, തീരപ്രദേശം, പർവ്വതനിരകൾ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് 2021 ചോദ്യം. മുകളിൽ നമ്മൾ കണ്ടത് 2023 ചോദ്യം. 2022 10th പ്രിലിമിനറിയിലുള്ള ഒരു ചോദ്യം, 2025 ഓഫീസ് അസിസ്റ്റന്റിൽ നിന്നും ചോദ്യങ്ങൾ. അപ്പം നല്ല നിറയെ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കണം, ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന് അഥവാ കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് ഒരു പ്രധാന കാരണം ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ്, അല്ലേ? അപ്പം ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന് ഒരു പ്രധാന കാരണമാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. എന്താണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ സവിശേഷത? നോക്കടാ, വടക്കു ഭാഗത്ത് ഉത്തര പർവ്വത മേഖലയുണ്ട്. ഉത്തര പർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കു ഭാഗത്തായിട്ട് നമുക്ക് സമതല പ്രദേശമുണ്ട്. പടിഞ്ഞാറ് ഭാഗം മരുപ്രദേശമാണ്. മധ്യഭാഗം പീഠഭൂമിയാണ്. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ തീരപ്രദേശങ്ങളും ദ്വീപ് സമൂഹങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അല്ലേ? അതിസമ്പന്നമായത്. അതുപോലെ നമുക്ക് അത് തന്നെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. കണ്ടോ, നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ സിസ്റ്റമാണ്. ഇവിടെ പർവ്വത മേഖലകളെ നമുക്ക് ബ്രൗണിൽ കാണിച്ചിരിക്കുന്നു. ഇനി ഇൻഡോ ഗാൻജറ്റിക് സമതല പ്രദേശങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഭാഗമാണ് പെനിൻസുലാർ പ്ലേറ്റോ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് പെനിൻസുലാർ പ്ലേറ്റോ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഡെസേർട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റൽ റീജിയൻസും ഇവിടെ എല്ലാം കാണാം. അപ്പം ഇന്ത്യയെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇന്ത്യൻ ഭൂപ്രകൃതിയെ പ്രധാനമായും 6 ആയി തിരിക്കാം. എത്രയായി തിരിക്കാം? 6 ആയി തിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ഒരു ചാപ്റ്ററിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ
തീരസമതലങ്ങളെയും ദ്വീപുകളെയും കൂടി ഒരുമിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു 5 ഡിവിഷൻസും കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. എടാ, ഉത്തര പർവ്വത മേഖല, ദ നോർത്തേൺ മൗണ്ടൻസ്. അതിനുശേഷം ഉത്തര മഹാസമതലം, ദ നോർത്തേൺ പ്ലെയിൻസ്. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമി, ദ പെനിൻസുലാർ പ്ലേറ്റോ. താർ മരുഭൂമി, ദ ഇന്ത്യൻ ഡെസേർട്ട്. തീരസമതലങ്ങൾ, ദ കോസ്റ്റൽ പ്ലെയിൻസ്. ദ്വീപുകൾ, ദി ഐലൻഡ്സ്. അപ്പം നോക്കാം, നമുക്ക് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളത് പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ അബ്സോർബ് ചെയ്തിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് പോകാം. ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. ഇന്ത്യയുടെ വടക്ക് അതിർത്തിയായി ഒരു മതിൽ പോലെ നിലകൊള്ളുന്നു. ഓക്കെ, അപ്പം ഇന്ത്യയുടെ വടക്ക് അതിർത്തിയായിട്ട് ഒരു മല പോലെയാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല നിലകൊള്ളുന്നതെന്ന് ഓർക്കുക. ഇവ യുവമടക്കു പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് യങ് ഫോൾഡ് മൗണ്ടൻസ് ആണ്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ യുവ മടക്കു പർവ്വതങ്ങൾ, യങ് ഫോൾഡ് മൗണ്ടൻസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഫോൾഡ് ആയിട്ടല്ലേ കാണപ്പെടുന്നത്? അതെ. ഈ മേഖലയെ 3ആയി തിരിക്കാം. അപ്പം ഉത്തരപർവ്വത മേഖല നമുക്കൊരു വടക്ക് അതിർത്തിയായിട്ട് കാണപ്പെടുന്നു. നമ്മൾ പിക്ചറിൽ നേരത്തെ കണ്ടു അല്ലേ? അതുപോലെ തന്നെ ഇവ അറിയപ്പെടുന്നത് യുവ മടക്കു പർവ്വതങ്ങളാണ്. അതുപോലെ ഈ മേഖലയെ നമ്മൾ 3ആയിട്ടാണ് തരം തിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗമാണ് ഹിമാദ്രി. ഹിമാദ്രി അറിയപ്പെടുന്നത് ഗ്രേറ്റർ ഹിമാലയാസ് എന്നാണ്. ഹിമാദ്രി അറിയപ്പെടുന്നത് എന്താണെടാ? ഗ്രേറ്റർ ഹിമാലയാസ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് നമ്മളറിയാം അല്ലേ? നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പീക്ക് അഥവാ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ മൗണ്ട് എവറസ്റ്റ് എന്ന് നമുക്കറിയാം. ഈ മൗണ്ട് എവറസ്റ്റ് ഈ യുവ ഹിമാലയാസ് എന്ന് പറയുന്ന യുവ മടക്ക് പർവ്വതങ്ങളുടെ ഭാഗമാണ്. ഇനി നമ്മൾ അറിയേണ്ടത് മൗണ്ട് എവറസ്റ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2. ഇന്ത്യയിലെയാണ്. നമ്മളിത് പറഞ്ഞത് ലോകത്തിലെയാണ് അല്ലേ? ഇത് ഇന്ത്യയിലെയാണ്, ഇത് ലോകത്തിലെയാണ്. അപ്പൊ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2. അപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗമാണ് ഹിമാദ്രി അറിയപ്പെടുന്നത് ഗ്രേറ്റർ ഹിമാലയസ് എന്നാണ്. എന്താണ് പ്രത്യേകത? ഏറ്റവും ഉയരം കൂടിയ നിര. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. നമ്മുടെ ഹിമാലയസിന്റെ ഭാഗമാണെന്നത് ഓർക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായത് ഏതാണ്? മൗണ്ട് K2 ആണ്. മൗണ്ട് K2 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഓക്കെ, ട്രാൻസ് ഹിമാലയൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രാൻസ് ഹിമാലയന്റെ ഭാഗമായിട്ടുള്ള, അതായത് ഹിമാദ്രിയുടെ ഭാഗമായിട്ടുള്ള ട്രാൻസ് ഹിമാലയന്റെ ആ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഗോഡ്വിൻ ആസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായി അറിയപ്പെടുന്നു. പേര് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? ട്രാൻസ് ഹിമാലയൻ നിരകളിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് നിലവിൽ പാക് അധീന കാശ്മീരിലാണ് ഇത് നിലകൊള്ളുന്നത് എന്ന് ഓർത്തുകൊള്ളുക. അങ്ങനെ വരുമ്പം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്നാണ് ചോദ്യമെങ്കിൽ, എന്താണ് ചോദ്യം? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം കാഞ്ചൻജംഗയാണ്. എവിടെയാണെടാ? ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ ഇന്ത്യയുടെ സിക്കിമിലാണ്. എവിടെയാണ്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കാം. ഗ്രേറ്റർ ഹിമാലയാസ് എന്താണെന്ന് പറഞ്ഞു. ഗ്രേറ്റർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഏറ്റവും ഉയരം കൂടിയ നിരകളാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കൊടുമുടി എന്ന് പറയുമ്പോൾ പീക്ക് ഏതാണ്? ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് K2 ആണ്. മറ്റൊരു പേര് ഏതാണ്? മൗണ്ട് ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. ഇത് ട്രാൻസ് ഹിമാലയന്റെ ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇത് പാക് അധീന കാശ്മീരിലാണ് നിലകൊള്ളുന്നത്. ഓർക്കുക. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ചോദ്യമെങ്കിൽ ഉത്തരം കാഞ്ചൻജംഗയാണ്. ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ സിക്കിമിലാണ്. ക്ലിയർ അല്ലേ?
അടുത്തത് നമ്മൾ പറയുന്നത് ഹിമാചലാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം. ഉത്തര പർവ്വത മേഖലയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അല്ലേ? അതിന്റെ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഹിമാദ്രി, രണ്ടാമത് നമ്മൾ പറയുന്നു ഹിമാചൽ. ഹിമാചൽ അറിയപ്പെടുന്നത് ലെസർ ഹിമാലയാസ് എന്നാണ്. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായിയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഷിംല, മണാലി, ഡാർജിലിംഗ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചലിൽ ആണ്. ഓർക്കുക. അപ്പം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറയുന്നത്. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗ്രേറ്റർ ഹിമാലയാസ്, ലെസർ ഹിമാലയാസ്, ഷിവാലിക്സ്. ഈ ഭാഗം, ഇത്രയും ഭാഗമാണ് ഗ്രേറ്റർ ഹിമാലയാസിൽ ഉൾപ്പെടുന്നത്. ലെസർ ഹിമാലയാസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ കുറച്ചും കൂടി 2 എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗം. ഇനിയും ഷിവാലിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലത് എവിടെയെല്ലാം ടച്ച് ചെയ്ത് പോയിരിക്കുന്നു എന്ന് ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അടുത്തത് മൂന്നാമത്തത് ഷിവാലിക് അഥവാ ഔട്ടർ ഹിമാലയാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഉയരം കുറഞ്ഞ നിരയാണ് ഷിവാലിക്. ഓക്കെ, ഡ്യൂണുകൾ നീളമേറിയ താഴ്വരകൾ. ഉദാഹരണമാണ് ഡെറാഡൂൺ ഇവിടെ കാണപ്പെടുന്നു. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡ്യൂണുകൾ കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ്? ഷിവാലിക്കാണ്. ഷിവാലിക് അറിയപ്പെടുന്ന പേരെന്താണ്? ഔട്ടർ ഹിമാലയാസ് എന്നാണ്. ഏറ്റവും തെക്കു ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ മലനിരകൾ അറിയപ്പെടുന്നത് എന്താണ്? ഷിവാലിക് എന്നാണ്. ഡ്യൂണുകൾ എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ഷിവാലിക്കിൽ കാണപ്പെടുന്നു. എന്താണ് ഡ്യൂണുകൾ? നീളമേറിയ താഴ്വരകളാണ്. ഉദാഹരണം ഡെറാഡൂൺ ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ മെയിൻ ഭാഗം, നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഉത്തര പർവ്വത മേഖല പറഞ്ഞു. അതിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു അതിന്റെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഹിമാദ്രി എന്നും ഹിമാചൽ എന്നും ഷിവാലിക് എന്നും. ഇതാ പറയുന്നു രണ്ടാമത്തത്, അതാണ് ഉത്തര മഹാസമതലം. സമതലം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ. ഉത്തര മഹാസമതലം, നോർത്തേൺ പ്ലെയിൻസ്. ഓക്കെ, ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും അവയുടെ പോഷനദികളും നിക്ഷേപിച്ച എക്കൽ മണ്ണ് അടിഞ്ഞുകൂടി രൂപപ്പെട്ടു. അപ്പം നമുക്ക് പറയാം എന്താണ്, നമ്മുടെ ഹിമാലയൻ നദികളാണ് ബ്രഹ്മപുത്ര, ഗംഗ, അതുപോലെ തന്നെ സിന്ധു അല്ലെ. ഈ ഉത്തര മഹാസമതലം ഫോം ചെയ്യുന്നതിന് ഈ നദികൾക്ക് ഒരു വളരെ വലിയ പ്രധാന പങ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണിന്റെ നിക്ഷേപം ഈ സമതലത്തിനെ ഫലഭൂഷ്ടമാക്കുന്നു എന്നുള്ളതും നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂഷ്ടമായ പ്രദേശം കൂടിയാണ്, വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ലാൻഡ് ഏരിയ കൂടിയാണ് ഉത്തര മഹാസമതലം അഥവാ നോർത്തേൺ പ്ലെയിൻസ്. ഇനി ഇന്ത്യയുടെ ധാന്യപുര അല്ലെ, നല്ല ഫെർട്ടിലിറ്റി ആണെങ്കിൽ അവിടെ ഒരുപാട് കൃഷി നടക്കും. കൃഷി നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഉൽപാദനങ്ങൾ കൂടും. അപ്പം നമുക്ക് ധാന്യപുര അഥവാ ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഉത്തര മഹാസമതലത്തെയാണ് എന്നത് ഓർത്തു വെക്കുക. ഇനിയും നദീതീരത്തെ പുതിയ എക്കൽ മണ്ണ് നിക്ഷേപത്തിന് നമ്മൾ കാദർ എന്ന് വിളിക്കുന്നു. നദീതീരത്തെ പുതിയ എക്കൽ മണ്ണ് നിക്ഷേപത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാദർ എന്ന് വിളിക്കുന്നു. കാദർ. ഓക്കെ, പഴയ എക്കൽ മണ്ണാണെങ്കിലോ അത് ബങ്കറാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയുടെ പോഷക നദികളുടെയും നിക്ഷേപം ഏത് മണ്ണാണ്? എക്കൽ മണ്ണിന്റെ നിക്ഷേപത്താൽ ഫലഭൂഷ്ടമായിട്ടൊരു പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ നദീതീരത്തെ പുതിയ എക്കൽ മണ്ണിനെ കാദർ എന്നും അതുപോലെ തന്നെ പഴയ എക്കൽ മണ്ണിനെ നമ്മൾ ബങ്കർ എന്നും പറയുന്നു. ഇനി മൂന്നാമത്തെ ഡിവിഷനാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി, പെനിൻസുലാർ പ്ലേറ്റോ എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ. പെനിൻസുലാർ പ്ലേറ്റോ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏത്? PSC ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യയുടെ ഭൂവിഭാഗം ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദ്യമാണ്. ഏതാണടാ അത്? അതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രധാന ഭാഗങ്ങളാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നു. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഏത്? പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. സഹ്യാദ്രി എന്നറിയപ്പെടുന്നു. സഹ്യാദ്രി എന്ന് അറിയപ്പെടുന്നു അല്ലെ. ഇനി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി. അപ്പം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് എന്നത് ഓർത്തു വെക്കുക. ആനമുടി എവിടെയാണ്? കേരളത്തിലാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഓർക്കുക.
അടുത്തത് പൂർവ്വഘട്ടം അഥവാ ഈസ്റ്റേൺ ഗട്ട്സ് ആണ്. ഈസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി വിഘടിച്ച് കാണപ്പെടുന്നു. അപ്പം മറ്റേത് ഏത് വെസ്റ്റേൺ ഗട്ട്സ് എവിടെയാണടാ? അറബിക്കടലിന് സമാന്തരമായി അല്ലേ. അപ്പം ഈസ്റ്റേൺ ഗട്ട്സ് ആണെങ്കിലോ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന വിഘടിച്ച് കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് പൂർവ്വഘട്ടം അഥവാ ഈസ്റ്റേൺ ഗട്ട്സ്. മഹേന്ദ്രഗിരി ഒഡീഷ, ജിൻഡാഘട്ട ആന്ധ്രാപ്രദേശ് ഇവയെല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രധാന കൊടുമുടികളാണ്. നമ്മൾ ആനമുടി പഠിച്ചു, വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ്. ഇനി മഹേന്ദ്രഗിരി കുന്നും ജിൻഡാഘട്ടയും എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് ഗട്ട്സിന്റെ ഭാഗമാണ്? പൂർവ്വഘട്ടം അഥവാ ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ്. ഇനി അടുത്തത് ഡെക്കാൻ പ്ലേറ്റോ ആണ്. ഡെക്കാൻ പ്ലേറ്റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പ്ലേറ്റോ. ലാവാശിലകളാൽ നിർമ്മിതമാണ് ഈ പീഠഭൂമി. കരിമണ്ണ് നമ്മുടെ ബ്ലാക്ക് സോയിൽ, മറ്റൊരു പേര് റിഗർ സോയിൽ. ചോദിച്ചിട്ടുണ്ട് ബ്ലാക്ക് സോയിലിന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ റിഗർ സോയിൽ ഏത് മണ്ണിനത്തെ വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏത് മണ്ണിനുമാണ് റിഗർ സോയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ അത് കരിമണ്ണ് അഥവാ ബ്ലാക്ക് സോയിലാണ്. ബ്ലാക്ക് സോയിൽ ധാരാളമായി കാണുന്നു ഇവിടെ. പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമാണ് ഈ പ്രദേശം എന്നത് ഓർത്തു വെക്കുക. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. സ്ഥിരമായിട്ട് PYQ ആയിട്ട് PSC ചോദിക്കുന്നു. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നു. അപ്പം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? മിനറൽ സ്റ്റോർ ഹൗസ് ഓഫ് ഇന്ത്യ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇനി മറ്റൊരു നാലാമത്തെ നമ്മളൊരു ഡിവിഷനാണ് നമ്മുടെ മരുഭൂമി അല്ലേ. നമ്മുടെ മരുഭൂമി, നമ്മുടെ രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മരുഭൂമിയെ കുറിച്ച് ഓർക്കുന്നു. താർ മരുഭൂമി അല്ലേ, രാജസ്ഥാനിൽ കാണുന്ന താർ മരുഭൂമി. അപ്പം നമുക്ക് മരുഭൂമിയും ഉണ്ട്. മരുഭൂമി പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ താർ മരുഭൂമിയെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, എവിടെ? വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാനമായും രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഓർക്കുക. ഓക്കെ, ഈ പ്രദേശത്ത് കൂടി ഒഴുകുന്ന ഒരു നദിയാണ് ലൂണി നദി. അപ്പം ലൂണി നദി എവിടെ? ഡെസാർട്ടിൽ കൂടി അല്ലെങ്കിൽ മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന ഇന്ത്യയുടെ നദിയാണ് ലൂണി നദി എന്നതും ഓർത്തു വയ്ക്കുക. അടുത്തത് നമ്മൾ പ്രധാനമായിട്ടും തീരസമതലങ്ങളെ കുറിച്ചാണ് അറിയേണ്ടത്. തീരസമതലങ്ങൾ, തീരപ്രദേശങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യ തീരസമതലങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. നോക്കടാ, പടിഞ്ഞാറൻ തീരസമതലം പിക്ചർ കാണുന്നുണ്ടോ? ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പടിഞ്ഞാറൻ തീരസമതലങ്ങൾ പടിഞ്ഞാറൻ തീരസമതലം എന്താണെടാ? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. നോക്കൂ, പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്തെ നമ്മൾ എന്ത് പറയും? പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയും. വീതി ഇവിടെ കുറവാണ് എന്നത് ഓർത്തു വയ്ക്കുക. പ്രധാന ഭാഗങ്ങളാണ് മലബാർ തീരം, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മലബാർ തീരം, പിന്നെ മഹാരാഷ്ട്ര, ഗോവ ഉൾപ്പെടുന്ന കൊങ്കൺ തീരം. ഇത് രണ്ടും ഓർത്തു വയ്ക്കുക. ഇനിയും കിഴക്കൻ തീരസമതലം പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ എവിടെയാണ്? പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ എവിടെയാണ്? പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ. ഇവിടെയാണ് ബംഗാൾ ഉൾക്കടൽ, പൂർവ്വഘട്ടം ഇവിടെയാണ് പൂർവ്വഘട്ടം. അതിൻ്റെ ഇടയിലായിട്ട് ബംഗാൾ ഉൾക്കടലിന് പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയുടെ ഭാഗം കിഴക്കൻ തീരസമതലം എന്ന് അറിയപ്പെടുന്നു. കിഴക്കൻ തീരസമതലം. ഇവിടെ വീതി കൂടുതലാണ് എന്നത് ഓർത്തു വെക്കുക. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ അറിയാം. കോരമാൻഡൽ തീരം, തമിഴ്നാട് സ്ഥിതി ചെയ്യുന്ന ഭാഗം ഉൾപ്പെടുന്ന ഭാഗമാണ് കോരമാൻഡൽ തീരം. അതുപോലെ തന്നെ വടക്കൻ സിർക്കാസ്, ആന്ധ്ര, ഒഡീഷ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് വടക്കൻ സിർക്കാസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ്വീപുകളെ കുറിച്ചാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ദ്വീപുകളാലും സമ്പന്നമാണ് നമ്മൾ. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 ദ്വീപുകൾ, ഇന്ത്യയുടെ ഭാഗമാകുന്ന 2 ദ്വീപുകളാണ്. ആദ്യത്തേത് ലക്ഷദ്വീപാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ലക്ഷദ്വീപ്, നിങ്ങൾ ലക്ഷങ്ങളുള്ള അറബി എന്ന് ആലോചിച്ചാൽ മതിയാവും. അപ്പോൾ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ്. അത് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ബംഗാൾ ഉൾക്കടൽ, അതുപോലെ തന്നെ അറബിക്കടൽ, ലക്ഷദ്വീപ് എവിടെയാണ്, ആൻഡമാൻ നിക്കോബാർ എവിടെയാണ്. പഠിച്ച് ഒരുവിധമായവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല. പഠിച്ചു തുടങ്ങുന്നവരുടെ കാര്യം പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ലക്ഷങ്ങളുള്ള അറബി കേരളത്തിൽ, അപ്പോൾ കേരളത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ലക്ഷദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. പവിഴ ദ്വീപുകൾ അഥവാ
കോറൽ ഐലൻഡ്സ് ആണ് ഇവ എന്നും അറിയപ്പെടുന്നുണ്ട്. തലസ്ഥാനം, ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. രണ്ടാമത്തത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഇവയിൽ മിക്കവയും അഗ്നിപർവ്വത പ്രവർത്തന ഫലമായി രൂപം കൊണ്ടവയാണെന്ന് ഓർത്തുവെക്കുക. തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാർ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൽ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. ബാരൻ ദ്വീപും എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപക സമൂഹങ്ങളുടെ ഭാഗമാണെന്ന് ഓർക്കുക. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്, നിക്കോബാർ ദ്വീപിലാണ്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണെടാ? അത് ഇന്ദിരാ പോയിന്റ് ആണ്. എവിടെയാണ്? നിക്കോബാർ ദ്വീപിലാണത് ഓർക്കുക. പ്രധാന നദികളും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഹിമാലയൻ നദികളായുന്ന സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ ഒക്കെയാണ് ഗംഗയുടെ ഫോർമേഷന്റെ ഫലമായിട്ട് ഫലപുഷ്ടിയായിട്ടുള്ള ഉത്തര മഹാസമതലം രൂപം കൊണ്ടു എന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾക്ക് നമ്മുടെ പ്രധാന നദികളെയും കൂടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ടച്ചപ്പ് ചെയ്ത് നമുക്ക് പോകാം. ഹിമാലയൻ നദികളാണ്. പ്രത്യേകത എന്താണ്? എല്ലാ കാലത്തും വെള്ളം ഉണ്ടാകും അല്ലേ? ഹിമാലയത്തിലുള്ള ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ മഞ്ഞ് ഉരുകി വരുന്നതുകൊണ്ട് വെള്ളത്തിന് എപ്പോഴും സമ്പന്നതയാണ് ഇവിടെ അല്ലെ? എല്ലാ കാലത്തും വെള്ളമുണ്ടാകും. ഇതിന്റെ ഉദാഹരണം പ്രധാനമായിട്ട് ഗംഗയാണ്. നമുക്കറിയാം ഗംഗയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. അതുകൂടാതെ യമുന ഒരു ട്രിബ്യൂട്ടറി ആണല്ലേ. സിന്ധു മറ്റൊരു ഹിമാലയൻ നദി, ബ്രഹ്മപുത്ര മറ്റൊരു ഹിമാലയൻ നദി. യഥാർത്ഥത്തിൽ ഇതൊരു ട്രിബ്യൂട്ടറിയാണ്, ഗംഗയുടെ ഭാഗം മാത്രമാണ്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ഗംഗ, സിന്ധു, ബ്രഹ്മപുത്രയാണ് എന്നത് ഓർത്തു വെക്കുക. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് പറയാം. ഇനി ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞാൽ മഴയെ ആശ്രയിച്ചാണ് ഈ നദികൾ ഒഴുകുന്നത് എന്നത് ഓർക്കാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. അറബിക്കടലിൽ പതിക്കുന്നവയാണ് നർമ്മദയും താപ്തി. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളാണ് ഏത്? നർമ്മദയും താപ്തിയും. ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇവ ഡെൽറ്റ ഉണ്ടാക്കുന്നില്ല. അപ്പൊ നർമ്മദയ്ക്ക് പ്രത്യേകതയുണ്ട്, താപ്തിക്ക് പ്രത്യേകതയുണ്ട്. അറബിക്കടലിലാണ് പതിക്കുന്നത്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, ഇവ ഡെൽറ്റ ഉണ്ടാക്കുന്നില്ല എന്നത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി കിഴക്കോട്ട് ഒഴുകുന്നവ. ഇനി കിഴക്കോട്ട് ഒഴുകുന്നവ ഏതൊക്കെയാണെടാ? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? അപ്പം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. പ്രധാനപ്പെട്ടത് ഇവയാണ്. അപ്പം ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യമെങ്കിൽ ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ റിവർ സിസ്റ്റത്തെ കുറിച്ച് പറയും. ഇനി ഗോദാവരി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൃദ്ധഗംഗ. അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള നദി ഏത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും നീളമുള്ള ഉപദ്വീപീയ നദി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഗോദാവരിയാണ്. ഗോദാവരി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൃദ്ധഗംഗ. അപ്പം ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് ആദ്യമായിട്ടൊരു കുട്ടി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ നമ്മുടെ ഭൂപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യണം, അതിലെന്തെല്ലാം സബ് ടോപ്പിക് നമ്മൾ കവർ ചെയ്യണം. ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ ഓരോ ടോപ്പിക്കിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് NCERT SCERT ഫാക്റ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.